സംസ്ഥാനം സുപ്രീം കോടതി കയറിയ കടത്തിൻ്റെ കഥ. ഏതാനും വർഷങ്ങളായി, ഒരുപക്ഷെ ഏതാനും വർഷങ്ങൾ എന്ന് പറയേണ്ട, 1997-98 മുതൽ ഇങ്ങോട്ട് കേരളം കുറേശ്ശെ ധനപ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ ധനപ്രതിസന്ധി 2000-ങ്ങളിൽ കൂടുതൽ രൂക്ഷമായി. പക്ഷേ FRBM ആക്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരള സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും ധനപ്രതിസന്ധിയിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ, മുന്നേറാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും 1990-91 ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ആ ആക്ട് കൊണ്ടുവന്നപ്പോൾ അതിൽ പറഞ്ഞിരുന്നത്, ഒരു വർഷം എടുക്കാവുന്ന കടം, ഒരു സംസ്ഥാനത്തിനാകട്ടെ കേന്ദ്രത്തിനാകട്ടെ എടുക്കാവുന്ന കടം, അതിൻ്റെ GSDPയുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനം, അതിൻ്റെ 3% ഒരു വർഷം എടുക്കാവുന്ന കടം എന്നാണ്. അതുപോലെ തന്നെ സഞ്ചിത കടം എന്ന് വെച്ചാൽ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ ഈ വർഷം തനത് വർഷം വരെയുള്ള കാലഘട്ടത്തിൽ എടുത്ത കടം കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതിനെയാണ് സഞ്ചിത കടം അഥവാ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എന്ന് പറയുന്നത്. ഈ കടം GSDPയുടെ, നേരത്തെ സൂചിപ്പിച്ച സംസ്ഥാന ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിന്റെ 29% കൂടാൻ പാടില്ല എന്ന് നിബന്ധന കൊണ്ടുവന്നു. വേറെയുമുണ്ട് നിബന്ധനകൾ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് റവന്യൂ വരുമാനത്തിന്റെ 10% കൂടാൻ പാടില്ല. അങ്ങനെ പല നിബന്ധനകളുമുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളാണ് ഈ ഓരോ വർഷവും എടുക്കുന്ന കടം GSDPയുടെ 3% കൂടാൻ പാടില്ല, സഞ്ചിത കടം 29% കൂടാൻ പാടില്ല. മറ്റൊരു പ്രധാന കണ്ടീഷനായിരുന്നു, ഉപാധിയായിരുന്നു, റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതെയാക്കണം 5 വർഷം കൊണ്ട്. അതായത് 2022 ആ നിയമം കേന്ദ്രം കൊണ്ടുവന്നത്. 2023 ആ നിയമം സംസ്ഥാനങ്ങൾ കൺഫർമേഷൻ ആക്ടുകളിലൂടെ പാസാക്കി സംസ്ഥാനങ്ങൾ അത് അംഗീകരിച്ച് നടപ്പാക്കാൻ തുടങ്ങി. അപ്പോൾ ആ 2003 മുതൽ തുടങ്ങുന്ന 5 വർഷം കൊണ്ട് റവന്യൂ ഡെഫിസിറ്റ്, റവന്യൂ കമ്മി ഇല്ലാതെയാക്കുക. റവന്യൂ കമ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെയാക്കുക. അതായത് റവന്യൂ വരുമാനത്തിന് അനുസൃതമായി മാത്രം റവന്യൂ ചെലവ് വരുത്തണം. അതായത് വളരെ കൃത്യമായിട്ട്, വളരെ കാര്യക്ഷമതയോടുകൂടി റവന്യൂ സമാഹരണം നടത്തണം. എന്നിട്ട് അതിൽ ഒതുങ്ങി നിൽക്കത്തക്ക രീതിയിൽ റവന്യൂ ചെലവും രൂപകൽപ്പന ചെയ്യണം. ഇതായിരുന്നു ആ നിയമം അനുശാസിച്ച മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഉപാധി. പക്ഷെ ഈ 3 ഉപാധികളും അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് LDF ഗവൺമെന്റ് പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ 2011-12 മുതൽ 14-15 വരെ ഭരിച്ച, 15-16 വരെ ഭരിച്ച UDF ഗവൺമെന്റ് ഈ പറയപ്പെട്ട 29% മുകളിൽ പോകാതിരിക്കാൻ വളരെയധികം ശ്രമിച്ചു. പക്ഷെ എല്ലാ തരത്തിലും UDF ഗവൺമെന്റ് വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കടമെടുപ്പിന്റെ കാര്യത്തിൽ. പക്ഷേ ഈ പരിധി 29% മുകളിൽ പോകാതിരിക്കാനായിട്ട് UDF ഗവൺമെന്റിന് സാധിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള ഉപാധികളോടെ ഇത് എന്താണ് കൊണ്ടുവന്നു. FRBM ആക്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്നു. 2016-17 LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നു. ആ വർഷം തന്നെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും കടമെടുക്കുക. ആ കടം രണ്ടും ബജറ്റിന് പുറത്തെ കടമാക്കി മാറ്റി നിർത്തുക. അതായത് ബജറ്റിനകത്ത് FRBM ആക്ട് അനുശാസിക്കുന്നത് പോലെ 3% കടം എടുക്കുക. ആ 3% ഉപരിയാണ് ഈ പറയപ്പെട്ട കിഫ്ബി വഴിയും ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുമുള്ള കടമെടുക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കടമെടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഈ കടമെടുപ്പ് ഒരു തരത്തിലും സുതാര്യമല്ല, ഇത് ഫ്യൂച്ചർ ജനറേഷനെ ബാധിക്കും, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ കടം അൺസസ്റ്റൈനബിളായി മാറും. ഇത്തരം സൂചനകളൊക്കെ CAG കൊടുത്തിരുന്നു. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായിട്ട് വഴക്കടിക്കുന്നതല്ലാതെ അത് തന്നെയുമില്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ചൂണ്ടിക്കാണിച്ച 4ാമത്തെ ഒരു പരമാർത്ഥം, ഇത് ബജറ്റിനകത്തെ കടമാണ്, ബജറ്റിന് പുറത്തെ കടമല്ല എന്നുള്ളതുമായിരുന്നു. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാതെ തന്നെ സംസ്ഥാനം സാഗൂതം
കടമെടുക്കലുമായി മുന്നോട്ട് പോയി. അങ്ങനെ ആദ്യ ഘട്ടത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അതായത് ഈ സഞ്ചിത കടം 29% മുകളിലേക്ക് പോകാതെ കഴിവതും ഡോക്ടർ തോമസ് ഐസക് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ വന്ന് 2018, 19 ആകുമ്പോഴത്തേക്കും ഇത് പരിധി വിട്ടു. ഈ സഞ്ചിത കടം 29% മുകളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് 20, 21, 22 വർഷങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് 35% മുകളിൽ 36, 37, 38 ഈ തരത്തിലൊക്കെ ആയിത്തീരുന്നു. ശ്രീ തോമസ് ഐസക്കിന്റെ കാലത്ത് തന്നെ പരിധി വിട്ടു. അത് കഴിഞ്ഞ് ശ്രീ ബാലഗോപാൽ വന്നപ്പോൾ വീണ്ടും അത് പരിധി വിട്ട നിലയിൽ തന്നെ ഈ പറയുന്നതുപോലെ 35. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലവട്ടം സംസ്ഥാനതല വായ്പ അവലോകനം നടത്തിയപ്പോഴൊക്കെ സൂചിപ്പിച്ചു വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, അതുപോലെ കേരളം, ഈ സംസ്ഥാനങ്ങളാണ് വൻകിട സംസ്ഥാനങ്ങളിൽ ഈ സംസ്ഥാനങ്ങളാണ് വലിയ തോതിൽ കടമെടുത്തിരിക്കുന്നത്. ഇത് അപകടകരമായ പോക്കാണ് എന്ന് പറയുന്നു. അതിനിടയ്ക്ക് ഫിച്ചിന്റെ റേറ്റിംഗ്, കേരളത്തിന്റെ റേറ്റിംഗ് BB സ്റ്റേബിൾ എന്നുള്ളത് BB നെഗറ്റീവായി മാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെട്ടു. കേന്ദ്ര ഗവൺമെന്റ് അതിനു മുൻപും ശക്തമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. നിങ്ങൾ കടമെടുപ്പിന്റെ പരിധി കുറയ്ക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. കിഫ്ബി വഴിയൊക്കെയുള്ള കടമെടുപ്പ് ബജറ്റിനകത്താണ്. അത് ഒരു കാരണവശാലും ബജറ്റിന് പുറത്താണെന്ന് അനുവദിക്കില്ല. അതിനെയും കൂടി അകത്ത് ചേർത്ത് നിർത്തി വേണം 3% എന്ന ആ കണക്ക് സൂക്ഷിക്കാൻ എന്നൊക്കെ വാണിംഗ് കൊടുത്തു. പക്ഷെ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ സംസ്ഥാനം മുമ്പോട്ട് പോയി. അവസാനം വലിയ ഒരു വെട്ടാണ് വെട്ടിയത് കേന്ദ്രം. അതായത് ഇനി നിങ്ങൾ ആ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും ഒക്കെ എടുത്തിരിക്കുന്ന കടവും കൂടി ബജറ്റിനകത്തെ കടം 3% കടത്തിനകത്ത് ഒരു ഭാഗം എന്ന രീതിയിൽ ഉൾപ്പെടുത്തി വരാനിരിക്കുന്ന 2-3 ബജറ്റ് വർഷങ്ങളിലെ ബജറ്റുകളിലായിട്ട് അതിനെ മുഴുവനും ബജറ്റിനകത്ത് കൊണ്ടുവന്നേ പറ്റൂ എന്ന് വാശിയെടുത്തു. അങ്ങനെ ഇനി കടമെടുക്കാൻ പറ്റാത്ത, അപ്പം ഈ കഴിഞ്ഞ ഡിസംബർ വരെ 20,521 കോടി രൂപ കടമെടുത്തിരുന്നു. അതിനുശേഷം ഏതാനും 2,000 കോടിക്ക് താഴെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതോടെ കടമെടുപ്പ് നിർത്തിക്കൊള്ളാൻ പറയുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കടം വേണം, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 30,000 കോടിയുടെ കടം ആവശ്യമുണ്ട്, എങ്കിലേ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കോടതിയെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോടതി കേന്ദ്രവുമായിട്ട് സംസ്ഥാനവും കേന്ദ്രവും സുപ്രീം കോടതിയും കൂടിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ, അതായത് ഫെബ്രുവരി 7 തന്നെ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രീമതി നിർമ്മല സീതാരാമൻ ധനമന്ത്രി പറയുന്നു, ഇത് സംസ്ഥാന ഗവൺമെന്റ്, കേരള സംസ്ഥാന ഗവൺമെന്റ് പിടിപ്പുകേട് കൊണ്ട് മാത്രം, അതായത് ധനപരമായ പിടിപ്പുകേട് കൊണ്ട്, ഫിസ്ക്കൽ ഇൻഎഫിഷ്യൻസി, ഫിസ്ക്കൽ പെർഫോമൻസിലെ ഇൻഎഫിഷ്യൻസി, അതുകൊണ്ട് മാത്രമാണ് ഇത്ര കെടുതിയിലേക്ക് സംസ്ഥാനം എത്തിയിരിക്കുന്നത് എന്ന് ആവർത്തിച്ചു പറഞ്ഞെങ്കിലും കേന്ദ്രം സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ട് അഡീഷണൽ ആയിട്ട് 13,608 കോടി വായ്പ എടുക്കാനുള്ള അനുവാദം കൊടുക്കുന്നു. അതിൽ തന്നെ 4,866 കോടി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പരിഷ്കരണങ്ങളുമായിട്ട് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന കടമാണ്. പക്ഷെ ആ പരിഷ്കരണം പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ആ കടം എടുക്കാൻ പറ്റാതെ വന്നത്. അത് അവസാനം എടുക്കാനുള്ള അനുവാദമൊക്കെ കിട്ടിയെങ്കിലും പേപ്പേഴ്സ് ഒന്നും ക്ലിയർ ആകാത്തത് കാരണം കൊണ്ട് ഇന്നലെ വരെ ആ കടം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ 13,608 കോടിയിൽ 4,866 കോടി ഒഴിച്ചുള്ള കടം കഴിഞ്ഞ ധനവർഷത്തിൽ തന്നെ എടുത്തു. 4,866 ഇനി ഈ ധനവർഷത്തിൽ, അതായത് എടുക്കുകയായിരിക്കും. അപ്പം വീണ്ടും സുപ്രീം കോടതി ഇന്നലെ ചേരുമ്പോൾ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത്, അതായത് കേന്ദ്രമന്ത്രി എടുത്ത നിലപാട് ഈ വർഷത്തെ കടമെടുപ്പിന്റെ പരിധിയിൽപ്പെടുത്തി അവർക്കിനി പുതിയതായിട്ട് കടമെടുക്കാം, കഴിഞ്ഞ വർഷത്തെ പരിധിയിൽപ്പെടുത്തി എടുക്കാൻ സമ്മതിക്കത്തില്ല എന്ന നിലപാടാണ് കേന്ദ്ര ധനമന്ത്രി സ്വീകരിച്ചത്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയും അത് അനുകൂലിക്കുകയാണ് ഉണ്ടായത്. കാരണം സുപ്രീം കോടതിക്ക് കേസിന്റെ വാദത്തിൽ നിന്ന് മനസ്സിലായി തീർച്ചയായും ഫിസ്ക്കൽ മിസ്മാനേജ്മെന്റ് കേരളത്തിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിഭവ സമാഹരണത്തിൽ വേണ്ടത്ര കാര്യക്ഷമത കാണിച്ചിട്ടില്ല.
അതുപോലെ തന്നെ ദൂരത്തിലും അനാവശ്യ ചെലവുകളിലും ഒരു കടിഞ്ഞാണും ഇട്ടിട്ടില്ല എന്ന് കൃത്യമായി സുപ്രീം കോടതിക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് CAGയുടെ കയ്യിൽ നിന്നാണെങ്കിലും CAG വകയാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ബജറ്റ് ഡോക്യുമെന്റ് തന്നെ എടുത്താൽ മതി. ഈ പ്രാവശ്യത്തെ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഡോക്യുമെന്റിൽ തന്നെ പറയുന്നുണ്ട് പിരിച്ചെടുക്കാനുള്ള നികുതി കുടിശ്ശിക എത്രയാണ്? 19,975 കോടിയാണ് പിരിച്ചെടുക്കാനുള്ള നികുതി കുടിശ്ശിക. അങ്ങനെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. അതിൽ തന്നെ യാതൊരു തടസ്സവും ഇല്ലാത്ത നികുതി കുടിശ്ശികയാണ് 13,000 കോടിയോളം പിരിച്ചെടുക്കാനുള്ളത്. അപ്പൊ ഇങ്ങനെ പിരിച്ചെടുക്കേണ്ട, അതുപോലെ CAG 2023 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 28,258 കോടി 28,258.39 കോടി നികുതിയേതര വരുമാനവുമായിട്ട് പിരിച്ചെടുക്കാൻ കുടിശ്ശിക കിടക്കുന്നു എന്ന്. അത് തന്നെ ബജറ്റിൽ പ്രതീക്ഷിച്ച വരുമാനത്തിന്റെ 24% കൂടി CAG ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഇത്തരം കണക്കുകൾ കണ്ടാൽ ആർക്കും മനസ്സിലാകും ഇത് കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ് സംസ്ഥാനം, അതായത് കടം ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു മാർഗമാണ്, ഒരു ബോധറേഷനും ഇല്ല. വകുപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നികുതി വകുപ്പ് ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, നികുതിയേതര വരുമാനം സമാഹരണം ശരിയായി നടക്കുന്നുണ്ടോ, ഈ സമാഹരിക്കുന്നത് ഖജനാവിൽ എത്തുന്നുണ്ടോ, അത് പ്രോപ്പറായിട്ടാണോ ചെലവഴിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്നതിനേക്കാൾ എളുപ്പമാണ് കടം മേടിച്ച് ഇഷ്ടം പോലെ ചെലവഴിക്കുക. ആ ഒരു തന്ത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നത് എന്ന് സുപ്രീം കോടതിക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം കോടതി ഇന്നലത്തെ തീരുമാനത്തിൽ കേന്ദ്രത്തോട് ഒപ്പം നിൽക്കുകയല്ല, അതായത് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് കടമെടുക്കുന്ന പരിധി 3% നിന്ന് ഉയർത്തണം. അത്തരം പരിധി നിശ്ചയിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അവകാശമില്ല, അത് ഫെഡറലിസത്തിന്റെ ലംഘനമാണ് എന്നൊക്കെയാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് വാദിച്ചത്. അപ്പൊ 390 കോൺസ്റ്റിറ്റ്യൂഷന്റെ 393 അതിന്റെ അനുച്ഛേദവും ഒക്കെ അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ ഇടപെടേണ്ടി വരാം എന്നുള്ളതിന്റെ ഒരു തെളിവാണല്ലോ 1990-91 ഇന്ത്യ കടക്കണിയിലേക്ക് പോയത്. എന്തുകൊണ്ടാണ് ഇന്ത്യ കടക്കണിയിലേക്ക് പോയത്? അത് സുപ്രീം കോടതിക്കും അറിയാവുന്ന കാര്യമാണ്. അത് ബിക്കോസ് ഓഫ് കമ്പൈൻഡ് ഡെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദ സെന്റർ. കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം കടം കൊണ്ടല്ല ഇന്ത്യ കടക്കണിയിലേക്ക് പോയത്. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും കടം കൊടുത്തു തീർക്കാൻ പറ്റാതെ വന്നാൽ അവസാനം കൊടുത്തു തീർക്കേണ്ടത് കേന്ദ്രത്തിന്റെ ബാധ്യതയാണ്. അങ്ങനെയാണ് കേന്ദ്രം കടക്കണിയിലേക്ക് പോകേണ്ടി വന്നത്. അപ്പൊ ഈ കേരളത്തിന് വേണ്ടി ഒരു വ്യത്യസ്തമായ നിലപാടെടുത്ത് നിങ്ങൾ കൂടുതൽ കടം എടുത്തോളൂ എന്ന ഒരു ലൈൻ കേന്ദ്ര ഗവൺമെന്റ് ഫോളോ ചെയ്താൽ മറ്റ് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കൂടുതൽ കടമെടുക്കാൻ, കാരണം ഇവിടെ പരിധിക്ക് വിട്ട് കടമെടുക്കാൻ താല്പര്യമുള്ളവരാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും. അപ്പൊ ആ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ വഴിയെ പോകും. അങ്ങനെ വരുമ്പോൾ വീണ്ടും വലിയ ഗതികേടിലേക്ക് ഇന്ത്യൻ ഇക്കോണമി തന്നെ എത്തിച്ചേരും. ഇന്ത്യ ഗവൺമെന്റ് തന്നെ വീണ്ടും കടക്കണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരും എന്നത് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ പൂർവ്വകാല കഥകൾ കൊണ്ട് സുപ്രീം കോടതിക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഉള്ള ഒരവസ്ഥാവിശേഷത്തിലാണ് ഇത് ഈ 393 കോൺസ്റ്റിറ്റ്യൂഷന്റെ 393 അനുച്ഛേദം അനുസരിച്ച് കടമെടുക്കുന്നതിനുള്ള പരിധി നിശ്ചയിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഇളവുകൾ ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ്, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ സമഗ്രമായി പഠിച്ച് ഒരു തീരുമാനം എടുക്കാൻ ആയിട്ട് 5 അംഗ ബെഞ്ചിന് വിടുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് ഈ കടമെടുപ്പിന്റെ വ്യവഹാരവുമായി പോയതുകൊണ്ട് ഈ 13,608 കോടി കടമെടുക്കാനുള്ള അംഗീകാരം കിട്ടി എന്നുള്ളത് ശരിയാണ്, ചെറിയ ഒരാശ്വാസം. പക്ഷെ അതിൽ തന്നെ 4,866 കോടി ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്നുള്ളത് മറ്റൊരു നിരാശ. അത് ഒരു പക്ഷെ കിട്ടുമായിരിക്കും ഇനിയാണെങ്കിൽ. അപ്പൊ അങ്ങനെ പോയ കാര്യം സഫലമായില്ല. എങ്കിലും നമ്മുടെ ധനമന്ത്രി പറയുകയാണ് സുപ്രീം കോടതി സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തായിരുന്നുവെന്ന്. എന്തോ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്താണ് സുപ്രീം കോടതി എന്ന്. സുപ്രീം കോടതിക്ക് ഇവിടുത്തെ കെടുകാര്യസ്ഥത എല്ലാം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ മനസ്സിലായതുകൊണ്ട് വളരെ സൂത്രത്തോടുകൂടി ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാനൊക്കെ കേന്ദ്രത്തെ നിർബന്ധിച്ച് വഴങ്ങിച്ച്
ചെറിയ ചെറിയ സഹായമൊക്കെ ചെയ്തു. കാരണം ഈ ബലഹീനത മനസ്സിലാക്കിയില്ല, കേന്ദ്രം സുപ്രീം കോടതി സഹായിച്ചില്ല എന്നൊരു പഴി കേൾക്കാതിരിക്കത്തക്ക രീതിയിൽ സുപ്രീം കോടതി വളരെ വളരെ സുതാര്യമായിട്ട് തന്നെ കൈ കഴുകി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കേരളത്തിന്റെ കടം, അതായത് പരിധി ഉയർത്തുകയില്ലയോ, അവസാനം എന്താണ് ഈ കേസിന് സംഭവിക്കുക എന്നുള്ള കാര്യം ഇനി ഏതാനും മാസങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. ഏതായാലും ഈ വർഷത്തെ അതായത് പരിധിക്ക് അനുസരിച്ചുള്ള കടവും ഒക്കെ എടുത്ത് സംസ്ഥാനത്തിന് മുന്നേറാം. അതായത് സംസ്ഥാനത്തിന് അറിയാമല്ലോ, ഒരു സംസ്ഥാനത്തിന് 144 ദിവസം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം. ഒരു ദിവസം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയ, അതായത് ഒരു ക്വാർട്ടറിൽ ആകെ പോകാവുന്ന 36 ദിവസത്തെ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ 14 ദിവസത്തിനകം അത് അടച്ചു തീർക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെന്റിന് അറിയാം. ഇനിയിപ്പോൾ ഇതൊക്കെ ആയിട്ട് മുൻപോട്ട് പോകും. തീരെ ഗതി കെടുമ്പോഴാണ് സുപ്രീം കോടതി എന്ത് പറയുന്നു വീണ്ടും തിരിഞ്ഞു നോക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും കുറച്ചും കൂടി കാര്യക്ഷമത കാണിച്ചില്ലെങ്കിൽ കാലം തികയുന്നതിന് മുൻപേ ഗവൺമെന്റ് ഇനിയും ചീത്തപ്പേര് കേൾക്കേണ്ടി വരും എന്നുള്ളത് ഓർത്ത് വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ കണക്കുകൂട്ടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് സൂചിപ്പിക്കാനുള്ളത്.